ഇന്ന് 4 മണി ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ പറ്റിയതും അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കടല റോസ്റ്റാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം പച്ചക്കടല 8 മണിക്കൂർ വെള്ളത്തിലിട്ടെടുത്തതാണിത്. ഇത് കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിൽ വരുന്നത് വരെ വേണം ഇത് വേവിച്ചെടുക്കാൻ. വെന്ത് പോകരുത്. കടലയുടെ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ചൊരു എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും മതി. അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതും ഒരു ചെറുകറ്റിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. സവാളയൊക്കെ ഒന്ന് ചുവന്ന് വരട്ടെ. സവാളയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കൂടുതലായിട്ട് വേണ്ട കുരുമുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി മതി. കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തക്കാളി അലിഞ്ഞൊന്നും പോകണ്ട. ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കടല ചേർത്ത് കൊടുക്കാം. പച്ചക്കടല വെന്ത് പോകരുത്. 4 വിസിലടിച്ചാൽ മതി. പാകത്തിന് വേവ് ആയി കിട്ടും. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കുറേ വിഭവങ്ങൾ എൻ്റെ വീഡിയോ ഇതിലുണ്ട്. യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഒന്ന് കാണണേ. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ചിക്കി എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇത് നല്ലപോലെ എല്ലായിടത്തും ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ചുവ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇതിന് മല്ലിയില നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു വിഭവമാട്ടോ ഇത്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ.